അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ നാളെ പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ നാണം കെട്ട് വരുന്ന വിഭാഗത്തെ കുറിച്ചാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവര് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ വൃത്തികെട്ടവരാണ്. അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും മോശമായവരാണ്. അവര് അല്ലാഹുവേ നാണം കെട്ട് നിന്നരായി നിസ്സാരന്മാരായി നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഈ ദുനിയാവിൽ കിടന്ന് അഹങ്കരിച്ചവരുണ്ടല്ലോ. അല്ലാഹുവേ അഹങ്കാരികൾ നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് ഉറുമ്പിന്റെ രൂപത്തിലാണ്. ചെറിയ ചോനൽ ഉറുമ്പുണ്ടല്ലോ, ചെറിയ ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ കോലത്തില് മനുഷ്യന്റെ രൂപമാണ്. അവൻ ഏറ്റവും ചെറിയവനാണ്. ഇവൻ നാളെ പരലോകത്ത് നിന്യനായി നിസാരനായി വൃത്തികെട്ടവനായി ഏറ്റവും മോശക്കാരനായി നാളെ അല്ലാഹു അവനെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗം ആരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സ്വഹാബാ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണല്ലോ. കൂട്ടത്തിൽ കൂടുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂടെ കാണും. മാറിക്കഴിഞ്ഞ കുളം കലക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ വൃത്തികെട്ടവരാ. അവനെ കണ്ടാ തന്നെ തിരിച്ചറിയാ, അവനെ കണ്ടാ തന്നെ തിരിച്ചറിയാ അവൻ മോശക്കാരുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹു ഒരു ഉത്തരവാദിത്വം കൊടുത്തു, അല്ലാഹു ഒരു അധികാരം കൊടുത്തു. ആ കൊടുത്ത അധികാരത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടല്ലോ. അല്ലാഹു എന്തെങ്കിലും ഒരു അധികാരം കൊടുത്തു, അത് പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഖത്തീബാകട്ടെ, നിങ്ങൾ ഓരോരുത്തരും വീടിന്റെ ഭരണാധികാരികളാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഈ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ നാളെ പടച്ചറബിന്റെ കോടതിയിലെ നശിച്ചവൻ നീയാ. നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, കിബിലയുടെ നേരെ തുപ്പുന്നവനുണ്ടല്ലോ, കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന് തുപ്പുന്നവരാണല്ലോ. ആ കഅബാലയം പരിശുദ്ധമായ കിബിലയുടെ നേരെ നിന്ന് തുപ്പുന്നവൻ അത് നിസാര പാപമാണെന്ന് തെള്ളിക്കളയേണ്ട കാര്യമല്ല. ആ തുപ്പുന്ന തുപ്പുനീര് മുഴുവനും നിന്റെ മുഖത്ത് വന്ന് പെടുകയാണ്. എല്ലാം നിന്റെ മുഖത്ത് വന്നടിച്ചിട്ട് നാളെ ആ കോലത്തിൽ ഈ കാണുന്ന തുപ്പലുകൾ മുഴുവനും ചുമന്നുകൊണ്ട് പരലോകത്തേക്ക് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ അല്ല നിന്നെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ വിഭാഗമാരാ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹു നിനക്ക് നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ മണിയറ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അന്യവനോട് പറഞ്ഞു രസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഭർത്താവിന്റെ രഹസ്യങ്ങൾ കാമുകനോട് പങ്കുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവള് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 5 വിഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി 5 വിഭാഗം കൂടെയുണ്ട്. അല്ലാഹു ഈ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ വിഭാഗമാരാ? 5 വിഭാഗം. ഒന്ന് പറ, ഒന്ന് അഹങ്കാരം, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് മുഖം. അതിനൊരു നാടൻ ഭാഷയുണ്ട്, മൈക്കി വെച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഈ 2 മുഖമുള്ളവർക്ക് നമ്മുടെ നാടിൽ നാടൻ പേരൊന്നുണ്ട്, അത് ഞാൻ പറയണില്ല, കാരണം പള്ളിയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂടെ കൂടി അളിയന്റെ കൂടെ നിന്നിട്ടെല്ലാം അല്ല, പിന്നെ പള്ളി അൽഹംദുലില്ലാ നല്ലതാ, വലുതാ, മറ്റേതാ, മറിച്ചതാ, അങ്ങോട്ട് മാറിയിട്ട് പിന്നെ എനിക്ക് വേറെ പണിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുൽ വജ്ഹൈൻ, 2 മുഖമുള്ളവൻ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു അധികാരം കൊടുത്തു, ഒരു അംഗീകാരം കൊടുത്തു, ഒരു ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ വിട്ടുവീഴ്ച, ആ ഉത്തരവാദിത്തത്തിൽ പിഴവുകൾ വരുത്തുക, ന്യൂനതകൾ ചെയ്യുക. അല്ലാഹുവേ പടച്ചോൻ, എനിക്കൊരു ഉത്തരവാദിത്വം അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക. ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തന്നിരിക്കുന്ന അധികാരമാ, അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അർഹതയുള്ള അംഗീകാരമാ. ആ അംഗീകാരം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വർഗത്തിൽ പോകും. ആര് കൊണ്ടുപോകും? പള്ളി. പെണ്ണും പിള്ളേ മക്കളൊന്നും വേണ്ട. പള്ളിയുടെ ജമാഅത്തിന് സെക്രട്ടറി
ജമാഅത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ ഉള്ളത്. ഇത് നേരെ ചൊവ്വ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് നടന്ന നിങ്ങളെ ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ നാളെ അവിടെ വെച്ച് അറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇതില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേരെ നരകത്തിലേക്ക് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4ാമത് പറഞ്ഞു, നിന്നിട്ട് നേരെ അങ്ങ് തുപ്പ മുമ്പിലേക്ക്. എങ്ങോട്ടാന്നൊന്നുമില്ല. അത് ഖിബലയുടെ പള്ളിക്കകത്തിരുന്നിട്ടാണെങ്കിലും തുപ്പിയിട്ട് ഇങ്ങനെ പായിലടി ചുരണ്ടി വെക്കുക, ജനലി തട്ട, ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 5ാമത്തെ കാര്യം, 2 ഭാര്യമാരും അല്ല, 5ാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ രഹസ്യങ്ങളൊക്കെ കടത്തണയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു 5 കൂടെ ഉണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ, ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ. 5 ഏതിലോ പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും. 5 ഏതിലോ നമ്മുടെ പേര്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6ാമത്തെ വിഭാഗമാരാം. 6ാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പെണ്ണുങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക്, നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയായിരുന്നു, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, തന്റെ സമുദായമുണ്ടല്ലോ, ജാഹിലിയ കാലഘട്ടത്തിലെ 4 ചടങ്ങുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് ഏറ്റവും നശിച്ച 6ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന് വിളിച്ചു കൂവുന്നവരുണ്ടല്ലോ, അട്ടഹസിച്ച് കരയുന്നവരുണ്ടല്ലോ, പടച്ചവനെ കരയണ്ട എന്ന് പറയുന്നില്ല, കരയണ്ട എന്ന് പറയുന്നില്ല. ആരായാലും കരഞ്ഞു പോകുമല്ലോ. ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകൻ ഇബ്രാഹിം എന്ന പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നാരമകന്റെ മയ്യത്ത് കൊണ്ട് ഖബറിലിറക്കി വെച്ചപ്പോ റസൂലുള്ള കരഞ്ഞല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൺകടം നിറഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, സ്വന്തം മക്കൾ മരിച്ചാ കരയാത്ത ഏത് വാപ്പയാവുള്ളത്? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നമ്മളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ, നമുക്കൊന്നും ഒന്ന് ഓർക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. പടച്ചവനെ, ഇപ്പമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഉമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മാനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോഴും കണ്ണ് നിറയുന്ന ചില മക്കളുണ്ട്. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ട കരയാത്തതാരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ കരയുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്, കരയുന്നവരെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ആരെന്നറിയുമോ? ഈ മുടിയെല്ലാം മടിച്ചിട്ട് ഔറത്ത് പോലും തുറന്നു കിടന്നിട്ട് നെഞ്ചത്തടിച്ച് വിളിച്ചു പോകുന്ന പെണ്ണേ, നിന്നെ കുറിച്ചാ റസൂലുള്ള പറഞ്ഞത്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിൽ നിന്നിരായി പോകുന്ന 6ാമത്തെ വിഭാഗം അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തിലെ 4 സ്വഭാവങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. അവർക്കുണ്ടായിരുന്ന 4 സ്വഭാവമുണ്ട്. ഒന്ന്, അൽ ഫഖ്റു ഫി ഇഹ്സാബ്, കുലമഹിമ പറയുന്ന ഒരു ഗുണം ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുക, തന്റെ സമുദായത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് 4 ഗുണങ്ങൾ, 4 കാര്യങ്ങൾ അവർ പറയുമായിരുന്നു. 1ാമത്തെ കാര്യം കുലമഹിമയെ കുറിച്ച്. അങ്ങനെയാണല്ലോ, അങ്ങനെ അങ്ങയുടെ തലമുറകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാ. 2ാമതായിട്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തറവാടിത്തത്തെ കുറിച്ച് എടുത്തെടുത്ത് പറയാ. അങ്ങനെ ഏത് തറവാട്ടുകാരാ ഇങ്ങനെ മഹിമ പറയാ. 3ാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് മഴയുടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നൊരു ഗുണം. 4ാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയാൻ. അങ്ങനെ കരയാൻ വേണ്ടി ആൾക്കാർ നിർത്തും. തമിഴ്നാട്ടിലൊക്കെ കണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി ആള് വരും. എന്തിന് പറ? കരയാൻ. കാരണം ആരെങ്കിലൊക്കെ കരയാൻ വേണ്ടേ? ആരെങ്കിലൊക്കെ കരയണമെങ്കിലല്ലേ അതൊരു മരണവീടാകൂ. ആ കരച്ചലെന്ന് പറഞ്ഞ പഠിച്ചോനെ, സത്യത്തിൽ കരച്ചൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടം വന്നാൽ നമുക്ക് കടന്ന് വിളിച്ചു പോകാൻ പറ്റൂല.
ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ വിളിച്ചു പോകാൻ പറ്റൂല, നമ്മൾ നിശബ്ദരായിരുന്നു പോകും. ഇങ്ങനെ അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കേട്ടപ്പോൾ ഉസ്മാൻ തങ്ങൾ വീണുപോയി. അലിയാര് തങ്ങൾ സംസാരിക്കണില്ല. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക, അവർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ, ശബ്ദം പോലും വരാതെ, വെറുതെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം മാത്രം വരുന്നുണ്ട്. ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ പടച്ചോൻ നമുക്ക് ഒരിക്കലും വിളിച്ചു പോകാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഉരുകും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ വീടുകളിലൊക്കെ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മയ്യത്തൊക്കെ എടുക്കുന്ന സമയത്തുള്ള വിളിയൊക്കെ കേൾക്കണം. മയ്യത്തെടുക്കുന്ന സമയത്തൊക്കെ കിടന്നുള്ള ഒരു വിളിച്ചുകൂവൽ ാണ് അട്ടഹസിച്ച്. അതൊരു ചില വീടുകളിലൊക്കെ അതൊരു ഫാഷനായിട്ട് ഈ മയ്യത്തെടുക്കുമ്പോൾ അവസാന സമയത്ത് കഫമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കുളിപ്പിച്ച് മയ്യത്ത് കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ കാണാനുണ്ടെങ്കിൽ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടുവരും. ആ ആൾക്കാരെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് മയ്യത്തിൻ്റെ മുകളിൽ കിടന്നിട്ടൊരു വിളിയുണ്ട്, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിളി. ചിലർ വിഷമം കാരണമാണ്, പക്ഷെ ചിലതൊക്കെ ഇത്തിരി ഓവറാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഈ മയ്യത്ത് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് നോക്കി അപ്പുറത്തിരുന്ന കാര്യം പറഞ്ഞിട്ടിരിക്കുന്നതാണ്. ജനാസ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കും. അൽഹംദുലില്ലാ, എത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ അവസ്ഥയും ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ ചാരത്ത് മയ്യത്തൊക്കെ കൊണ്ട് അടക്കി കഴിഞ്ഞു. അസ്സലാമു അലൈക്കും യദാറക്കുമുൽ മുഅ്മിനീൻ. ഓടുമല്ല, ആരാ പോകുന്നത്? സത്യം പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയിട്ട് ആ ഖബറിൻ്റെ ചാരത്ത് നിൽക്കണം കുറച്ചു നേരം. വാപ്പാടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന മക്കൾ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന മക്കൾ കുറച്ചു നേരം ഖബറിൻ്റെ ചാരത്ത് നിൽക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുടെ മണ്ണർ അള്ളാഹു മണീറാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറടക്കിയിട്ട് എല്ലാവരും പോയാലും മക്കൾ ഇത്തിരി നേരം നിൽക്കണമെന്നാണ്. ഇപ്പം ആരെങ്കിലും നിൽക്കുമോപ്പാ? ഈ കാണുന്ന പായിപ്പാട് ഖബർസ്ഥാനിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരായിരിക്കും? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഈ പള്ളിപ്പറമ്പിൽ ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരാ? ഖബർ വെട്ടുന്നവൻ. അവൻ എന്തിനാ അവിടെ നിൽക്കണേ? എന്തിനാ നിൽക്കണേ? മമ്മട്ടി എടുക്കട്ടെ, മണ്ണൊക്കെ ചുരണ്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞു മോനോ? അപ്പൊ ഒന്നാമത് പോയിട്ടുണ്ടാവും. ആപ്പാനെ മയ്യത്ത് കൊണ്ട് കബറി വെച്ചിട്ട് ഒന്നാമത് പോയതാരാ? മോൻ. അവനെ താങ്ങിക്കൊണ്ട് പോയി. എങ്കിൽ മോൻ പോകരുത്, മോൻ പോകരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 40 ആയത്തിന്റെ സമയം, ഖുർആനിലെ 40 ആയത്ത് ഓതുന്ന സമയം ഒരു 5 മിനിറ്റ് ആ ഖബറിന്റെ ചാരത്ത് നീ ഒറ്റയ്ക്കൊന്ന് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു? ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാളും നല്ലതുപോലെ മരിച്ചവർ കേൾക്കുന്ന നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം നമുക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? നടക്കുന്ന ശബ്ദം കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പക്ഷെ ആര് കേൾക്കും? ഖബറിൽ കിടക്കുന്നവൻ 7 എണ്ണം എണ്ണയാ മതി. 7 കാൽച്ചുവട് കഴിയുമ്പോഴാണ് മുൻകർ നക്കീറും വരുന്നത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖബറിൽ കൊണ്ടുവച്ച് പലകയൊക്കെ വെച്ച് മണ്ണിട്ട് മൂടി യാസീൻ ഓതി എല്ലാവരും പോകുമ്പോൾ ഈ മനുഷ്യൻ ഖബറിൽ കിടന്ന് നോക്കുന്നു. ഓണ്ടാ ഷാജി പോകുന്നുണ്ട്, ഇന്നലെ വരെ തോളി കൈയിട്ട് നടന്നവനാ, പോട്ടെ. അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പോയി, എൻ്റെ അയൽവാസി പോയി, എൻ്റെ ചങ്കാന്ന് പറഞ്ഞവൻ പോയി, എൻ്റെ മരുമോൻ പോയി, എല്ലാവരും ഇങ്ങനെ പോയി. അപ്പോൾ ഓരോ മനുഷ്യനിങ്ങനെ പോകുന്നത് ഇയാൾ ഖബറിൽ കിടന്ന് കാണുക. അൽഹംദുലില്ലാ, എല്ലാവരും പോയാലും എൻ്റെ മോൻ പോയില്ലല്ലോ. ഖബറിൽ കൊണ്ടുവന്ന് എന്നെ ഇട്ടിട്ട് പോണവരൊക്കെ പോട്ടെ, എൻ്റെ മോൻ ഇവിടെ നിന്നല്ലോ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മനുഷ്യൻ അവൻ്റെ 7 ചുവട്ടടി അങ്ങോട്ട് മാറിയാലുടൻ അതാ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവർ ഖബറിന്റെ അകത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മളെല്ലാം അവിടെ നിൽക്കുക, നമ്മളെല്ലാവരും വെള്ളം ഒഴിച്ചിട്ട് അവിടെ നിൽക്കുക. അപ്പൊ തന്നെ ഖബറിന്റെ അകത്ത് 2 മലക്കുകൾ വന്നിട്ട് ഈ മുൻകറും നക്കീറും വന്നിട്ട് മൻ റബ്ബുക മൻ ദീനുക എന്ന് ചോദിക്കുമ്പോ ഒറ്റയ്ക്കാണെങ്കിൽ പേടി തോന്നും. തൻ്റെ മക്കൾ മുകളിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ധൈര്യം, അൽഹംദുലില്ലാ, മനസ്സിനൊരു സമാധാനം. അതുകൊണ്ട് ആ 40 ആയത്ത് ഓതുന്ന സമയം ഒറ്റയ്ക്കെങ്കിലും നിന്നൊരു യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന 6ാമത്തെ നശിച്ചവരാരാ? അള്ളാഹുവേ, മുത്തുനബി പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്ന മുസ്ലിമേ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിനക്ക് നാളെ തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രമാണ് നിനക്കല്ല ധരിക്കാൻ തരുന്നത്. ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തികെട്ട വസ്ത്രം ധരിച്ചിട്ടാണ് മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്നവർ നാളെ പരലോകത്ത് വരുന്ന രംഗം അങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ 7ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ,
രണ്ട് ഭാര്യമാരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ കാന ഇൻദ റജുലി ഇംറഅതാനി ഫലം യഅദിൽ ബൈനഹുമാ ജാ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രണ്ട് ഭാര്യമാരുണ്ട്. ആ രണ്ട് പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന മനുഷ്യ, നാളെ നിന്റെ ഒരു സൈഡ് മുഴുവനും ചരിഞ്ഞവനായി അല്ലാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ട് ഭാര്യമാര് രണ്ട് വിവാഹം കഴിച്ചവരുണ്ട്. അല്ലാഹുവേ, ആദ്യമായിട്ടൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. അവര് 2-3 മക്കളെ പ്രസവിച്ചു. അവള് രോഗിയായി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടപ്പോ ഒരു ചെറുപ്പക്കാരി എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് പഴയ ഭാര്യ നിനക്ക് വേണ്ട, രണ്ടാമത്തെ ഭാര്യ പുതുമണവാട്ടിയാണല്ലോ, അവള് ചെറുപ്പക്കാരിയാണല്ലോ. ആ ഭാര്യയുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച നാളെ നിന്നെ പരലോകത്ത് വെച്ചെല്ലാവരും തിരിച്ചറിയും. നീ എവിടെ നിന്നിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2 വിവാഹം കഴിച്ചു, 2 അല്ല 4 വരെ കഴിക്കാം അല്ലേ? കഴിച്ചൂടെ? എന്താ ഒരു പണക്കുള്ളത് പോലെ 4 വിവാഹം കഴിക്കാം. 4 മാർക്ക് വേണമെങ്കിലും 4 വിവാഹം കഴിക്കാം. പക്ഷേ ആ 4നെയും ഒന്നുപോലെ കൊണ്ടു നടക്കാൻ നീ പിടിക്കണം. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പോകും. എല്ലാ ഭാര്യമാരുടെ വീട്ടിലും സിയാറത്ത്. എല്ലാ ഭാര്യമാരുടെ വീട്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകും. ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ വീട്ടിൽ പ്രവാചകൻ അവർക്ക് അങ്ങനെ ഓരോ ദിവസം ഇന്ന ദിവസം ആയിഷ, ഓരോ പ്രവാചകന്റെ ഓരോ ഭാര്യമാർക്കും അങ്ങനെ ഓരോ ദിവസമുണ്ട്. പ്രവാചകൻ അവിടെ പോകും. എല്ലാവരോടും തുല്യമായിട്ട് വേർതിരിവൊന്നും കാണിക്കില്ല. അങ്ങനെ വേർതിരിവ് കാണിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് അവിടെ കെട്ടും ഒന്ന് ഇവിടെ കെട്ടും, കെട്ടി നടക്കുക, തിരിഞ്ഞു പോലും നോക്കില്ല. എവിടെയെങ്കിലൊക്കെ പോയി 1-2 മക്കളുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് മുങ്ങി നടക്കുക. അതൊരു സ്വഭാവം. പെണ്ണുങ്ങളുടെ സ്വർണവും പൈസ അടച്ചുകൊണ്ട് പോവാ. ഇങ്ങനെ ഇവനൊക്കെ എന്താകും നരച്ചുക്ക്. അല്ലാഹുവേ, എത്രയോ സഹോദരിമാര് കരയുന്നുണ്ട്. കെട്ടിയിട്ടു പോയി ഉസ്താദെ, വർഷങ്ങളായി, എവിടാണെന്ന് പോലും അറിയില്ല. വാടക വീട്ടിൽ കിടന്ന് നരകിക്കുന്നവരുണ്ട്. അല്ലാഹുവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. വലിയ വിഷമം. ഒരു സഹോദരി, ഉസ്താദ്, ഞാൻ എൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ എൻ്റെ വീട്ടുകാർ മുഴുവനും തലാഖ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഭർത്താവ് എന്നെങ്കിലും ഒന്ന് നന്നാകുമെന്ന് പറഞ്ഞ് എൻ്റെ ആയുസ് മുഴുവനും എൻ്റെ ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് അവസാനം അയാൾ കളഞ്ഞിട്ട് പോയല്ലോ. ഇപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നു ഒഴിവാക്കാൻ. എന്തൊരു വിഷമം ഉസ്താദെ. എത്രയോ സഹോദരിമാർ കിടന്ന് വിലപിക്കുന്നവരുണ്ട്. ആണുങ്ങൾ അങ്ങനെ ആകരുത് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ ഈ 2-3 കിട്ടുന്നവരെയൊന്നും കാണാൻ തന്നെ ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ അവരെ വേറെ രീതിയിലാണ് കാണുന്നത്. ഒന്നോർത്താ അങ്ങോട്ടൊക്കെ പൊക്കഴിഞ്ഞ് അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ കെട്ടുക. എന്നാലും വിവാഹം കഴിച്ചിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകുന്നവരുമുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ 2 വിവാഹം കഴിച്ചു. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ, അവൻ നാളെ വരുമ്പോ അവന്റെ ഒരു ഭാഗം ഇങ്ങനെ തളർന്നിരിക്കുമെന്ന്, ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞവനായ രീതിയിൽ അവന് പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8ാമത്തെ വിഭാഗമാണ്. 9ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പലിശ തിന്നുന്നവരെ, പലിശയുമായി ബന്ധപ്പെടുന്നവരെ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് നീ കടന്നു വരുന്നത് വല്ലാതെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു രൂപത്തിലാണ്. ഏറ്റവും വൃത്തികെട്ടവനായ രീതിയിലാണ് നാളെ നീ പരലോകത്ത് കടന്നു വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതുമല്ല നിസ്സാരമായി കാണുന്ന ഒരു കാലമാണല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ. അല്ലാഹുവും അവന്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചത് അവരോടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളെടുത്ത് നോക്ക്. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, മുത്തുനബിയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശക്കാർക്കെതിരായിട്ട്. എന്റെ പ്രിയമുള്ളവരെ, അത്രയും വലിയ പാപമാണ് പലിശ വാങ്ങുന്നത്, പലിശ കൊടുക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഅതി അലന്നാസി സമാൻ യഅകുലൂന ഫീഹി റിബാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു കാലഘട്ടം വരും, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ മുഴുവനും പലിശയിൽ ബന്ധപ്പെടും. സ്വഹാബ,
എല്ലാവരും പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടം വരും. റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അതാ അവിടുന്ന് ചോദിക്കുന്നു, എല്ലാവരും പലിശയുമായി ബന്ധപ്പെടുമോ? എല്ലാവരും പലിശ വാങ്ങുന്നവരാകുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മല്ലം യഅകുലു മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ പലിശയുടെ ഒരു അംശമെങ്കിലും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശയ്ക്ക് വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹുവേ, ആ പലിശ തിന്നുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? പലിശ തിന്നുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ലൈലത്തൽ റജുലൈനി അത്തയാ ഫഖറജാനി മിനൽ ലറലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു ദിവസം എന്റെ ഭാഗത്തേക്ക് രണ്ട് മലക്കുകൾ കടന്നു വന്നു. ആദരവായ മുത്തുനബിയാണ് പറയുന്നത്, പലിശ തിന്നുന്നവരാരെങ്കിലും ഉണ്ടോ? പലിശ തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ മുന്നിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വന്നു. അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്, മുത്തുനബിയെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു പോകുമ്പോ, അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോ, ആ ഒരു മനുഷ്യനെ പാറകഷ്ടം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പുഴയുടെ ചാരത്ത് നിൽക്കുകയാ. ഒരു പുഴയുടെ ചാരത്തിങ്ങനെ കല്ലുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സമുദ്രത്തിന്റെ അകത്തൊരു മനുഷ്യനെ കിടക്കുന്നുണ്ട്. അവൻ ആ വെള്ളത്തിൽ നിന്ന് നീന്തി നീന്തി കരയിലേക്ക് വരുമ്പോ, ഈ കരയിൽ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാറ കഷ്ടമെടുത്തവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാ, അവന്റെ തലയിലേക്ക് വലിച്ചെറിയുകയാണ്, എറിഞ്ഞെറിഞ്ഞ് താഴെയിടുകയാണ്. പടച്ചവനെ, വീണ്ടും പഴയ രൂപത്തിൽ അവൻ നീന്തി നീന്തി രക്ഷപ്പെട്ട് കരയിലേക്ക് വരുമ്പോ, പിന്നെയും കരയിൽ നിൽക്കുന്ന മനുഷ്യന് കല്ലെടുത്ത് വലിച്ചെറിയുകയാ, അവന്റെ തലയങ്ങ് പൊട്ടിച്ചിതറുകയാണ്, അവന്റെ മുഖമെല്ലാം എറിഞ്ഞു നശിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഈ രംഗം കണ്ടിട്ട്, ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട്, അല്ലാഹുവേ, തലയങ്ങ് പൊട്ടുകയാണ്, ഏറുകൊണ്ട് തലയങ്ങ് പൊട്ടിപ്പിളരുകയാണ്. എന്നിട്ട് താഴെ വീണ കല്ലെടുക്കുമ്പോൾ അവന്റെ തല പഴയ രൂപത്തിലാവുകയാ, പിന്നെയും എറിഞ്ഞിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ അവസ്ഥ കണ്ടിട്ട് അവരോട് ചോദിക്കുകയാ, മാഹാദല്ലദീ റഅയ്തു ബിന്നൂരി, ഈ നദിയിൽ കിടക്കുന്ന മനുഷ്യനാരാ? ഈ നദിയിൽ കിടക്കുന്ന മനുഷ്യനാരാ? ഈ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യനാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുമ്പോ, ആ മലക്കുകൾ പറയുന്നു, മുത്തുനബിയേ, അവരാരെന്നറിയുമോ? കാല ആക്കിലു റിബാ, പലിശ തിന്നവരാണ് നബിയേ, പലിശ തിന്നവരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പലിശയുമായി ഉപജീവനം നടത്തുന്നവരുണ്ടല്ലോ, പലിശ തിന്നുന്നവന്റെ ശിക്ഷയാ പറഞ്ഞത്. ഇനി പലിശ കച്ചവടം നടത്തുന്നവനുണ്ടല്ലോ, അതൊരു ജീവിത മാർഗമായി, ഒരു കച്ചവടമായി, ഒരു ബിസിനസ്സായി കാണുന്നവനുണ്ടല്ലോ, അവൻ അല്ല കൊടുക്കുന്ന ശിക്ഷയുണ്ട്. തിന്നുന്നവന്റെ ശിക്ഷ വേറെ, തിന്നുന്നവന്റെ ശിക്ഷ വേറെ, കൊടുക്കുന്നവന്റെ ശിക്ഷ വേറെ. അതിന് കാവൽക്കാരനായി സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, കൂട്ടു നിൽക്കുന്നവൻ, അവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ വേറെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, റഅയ്തു ലൈലത്തുൽ അസ്രി ബിമാ ലം യൻഖയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഇന്റെ രാത്രി ഉണ്ടല്ലോ, മുത്തുനബി കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മേരാജിന്റെ രാത്രിയിൽ ഏഴാകാശം കടന്ന് പടച്ച റബ്ബിനെ കാണാൻ പോയ രാത്രിയുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. അല്ലാഹുവേ, ഒരു വല്ലാത്ത ഒരു മനുഷ്യന്, അതാ പടച്ചവനെ വയറ് മുഴുവനും, അവന്റെ വയറ് മുഴുവനും സർപ്പങ്ങളെ പോലെ ഒരു ദ്വാരം, അവന്റെ വയറിന്റെ ഉൾഭാഗത്തൊരു ദ്വാരം ഇങ്ങനെ കാണുകയാ. വല്ലാതെ പുഴുത്തും നാറുന്ന വല്ലാത്ത ദുർഗന്ധം അടിച്ചു വീശുകയാണ്. അവന്റെ തലയുണ്ടല്ലോ,
വയറിന്റെ അകത്തുകൂടെ ഇങ്ങനെ വെളിയിൽ കാണുകയാ. പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചവര്, പിച്ചച്ചട്ടിയിൽ കൈവിട്ട് മാറുന്നവര്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർക്കുന്നവര്, പലിശ കച്ചവടം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവന്റെ വയറിന്റെ ഭാഗത്ത് വലിയൊരു ദ്വാരമാണ്. അവന്റെ തല വയറിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് കിടക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാ. അവിടെ കിടന്ന് നിലവിളിക്കുകയാ, അവിടെ കിടന്ന് നിലവിളിക്കുകയാ. ഈ രംഗം കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, ജിബ്രീലേ, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ? ഇവരാരാണ് ജിബ്രീലേ? ഈ നശിച്ചവൻ ആരാണ് ജിബ്രീലേ? ഇവർ ഇത്രയും വലിയ ശിക്ഷ കെട്ടാനുള്ള കാരണമെന്താ? റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാ, ഖാല ഹൗലാഇ അകൽതു റിബാ, അത് പലിശ വാങ്ങിയവനാണ് നബിയേ, അത് പലിശ കച്ചവടം നടത്തിയവനാണ്. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പലിശ കച്ചവടം നടത്തുന്നവന്റെ ശിക്ഷ എന്താ? അവന്റെ വയറിന്റെ ഭാഗത്തൊരു ദ്വാരം കാണും, തല ഇങ്ങനെ വയറ്റിലൂടെ ഇങ്ങനെ വെളിയിലിട്ട് ഇങ്ങനെ നിൽക്കും. ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പലിശ കച്ചവടക്കാരനല്ല, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മേടിക്കുമല്ലോ, പോയി മേടിക്കുന്നവന്റെ അവസ്ഥ എന്താ? അവന്റെ അവസ്ഥയാ പറഞ്ഞത്. വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്ക, നീന്തി നീന്തി കരയിലേക്ക് വരുമ്പോ ഒരാളിങ്ങനെ നിൽക്കുക, കല്ലും കൊണ്ട്. നമ്മളിങ്ങനെ കല്ലടുക്കി വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ അപ്പ, കല്ല് 7 കല്ലടുക്കി വെച്ചിട്ട് എന്താപ്പാ 70s എന്ന് പറയുന്ന എന്തൊരു കളിയാണ്, എന്തൊരു കല്ലില്ലേ, ഒരു 6-7 കല്ലടുക്കി വെച്ചിട്ട് എറിഞ്ഞിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അറിയാല്ല, രംഗമില്ല. അതൊക്കെ ഒരു കാലം. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ മൊത്തം ഗെയിമിൽ വെടിവെക്കണം, 5 ഒരുമിച്ചിരുന്നിട്ട്. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ നോക്കിയപ്പോ സൗണ്ട് കേൾക്കണം, പഠിച്ചോനെ സൗണ്ട് കേൾക്കാം. നോക്കുമ്പോ അടിയടാ അടിയടാ അടിയടാ, നോക്കുമ്പോ 3 അപ്പുറത്ത് ഇപ്പുറത്തിരുന്നിട്ട് വെടിവെക്കടാ. മൊബൈലിലൂടെ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കാൻ പറ്റും. അവന്റെ തലക്കടിക്കാൻ ആളില്ലാതെ പോയല്ലോ. അല്ല, അവനെ പെറ്റത് മൊബൈലാണോ? അത് ആര് കൊച്ചു പിള്ളേരല്ലെന്നേ. അല്ലാഹു അലം. എവിടെയെന്നറിയോ? ഒരു പള്ളിയുടെ മുന്നിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പള്ളിയുടെ മുന്നിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇരുന്നിട്ടാ കളി. എന്ത് കളിക്കണത്? ഇങ്ങനെ ഒരുമിച്ച് ഗെയിം കളിക്കാം. അങ്ങനെ എന്തോ ഉണ്ട്. അല്ലാഹു അലം. ഒരുത്തൻ കളിച്ചിട്ട് 17 ലക്ഷം രൂപ എങ്ങാണ്ട പോയെന്ന് വാർത്തയിലുണ്ടായിരുന്നു. അച്ഛൻ്റെ 17 ലക്ഷം രൂപ എങ്ങാണ്ട. അത് നിർത്തിയില്ലേ? എന്തുവായിരുന്നു? അതെന്തോ ബജിയോ? പബ്ജി. കടയിൽ കിട്ടുന്ന സാധനത്തിന്റെ പേര് ബജി. ശരി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ 2 ശിക്ഷ കേട്ടു. ഇനി ഒന്നുകൂടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, قال النبي صلى الله لعن رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ പ്രവാചകനെ ശപിച്ചിരിക്കുന്നു. ആരായി? ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു. ആരെയെന്നറിയുമോ? ആരെയെന്നറിയുമോ? ആകിലു റിബാ വ മുഖിലുഹു വ കാതിബുഹു വ സാഹിബുഹു വ ഖാലഹും സവാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങളെ ശപിച്ചിരിക്കുന്ന വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പലിശ കൊടുക്കുന്നവൻ. പലിശ പറ കൊടുക്കുന്നവൻ. 2 സാക്ഷി നിൽക്ക. അങ്ങനെ കൊണ്ടല്ലോ, പൈസ കിട്ടണമെങ്കിൽ സാക്ഷി നിൽക്കണ്ടേ? നിൽക്കണോ? അതിപ്പോ ലോൺ എടുക്കണം, 2 സാക്ഷികൾ വേണം. അപ്പൊ പലിശക്ക് എടുക്കണമെങ്കിൽ 2 സാക്ഷികളെ കൊണ്ടുപോവാ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കുഴപ്പമില്ല, അല്ല വർക്കത്തില്ല, കൊണ്ടുപോവാ 2 സാക്ഷികൾ. ഞാൻ മേടിച്ചൊന്നുമില്ല, ചുമ്മാ പോയി ഒപ്പിട്ടെന്റെ പേര്, കുഴപ്പമില്ല കേട്ടോ. 3 എഴുതുന്നവൻ. നിങ്ങൾ നോക്കിക്കൊള്ളണം. വാങ്ങുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ. റസൂലുള്ളാഹി തങ്ങൾ എന്തേ പറഞ്ഞത്? സവാഉൻ, ഇവരെല്ലാവരും തുല്യരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാങ്ങിയവനും കൊടുത്തവനും സാക്ഷി നിന്നവനും എഴുതിയവൻ വരെ. പ്രമാണത്തിൽ എഴുതിയതേ ഉള്ളൂ ഉസ്താദെ, ഒപ്പിട്ടതേ ഉസ്താദെ. നീ വാങ്ങിച്ചവന്റെ കൂട്ടത്തിൽ തന്നെയാ. നിന്നെ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ശപിച്ചിട്ടുണ്ട് മോനെ. നീ ഒരു കാലത്തും നേരെയാകില്ല. പോയി തൗബ ചെയ്ത് നന്നാക്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ, ഇതിപ്പോ ഉസ്താദെ പലിശയുടെ കാര്യം മാത്രം, ലോട്ടറി എടുക്കുന്നവനും പള്ളിയിൽ 1-ാമത്തെ സപ്പില്ല, അല്ലാ
കയ്യൊക്കെ കെട്ടുന്ന കണ്ട വടച്ചനെ ഇങ്ങനെ പൊക്കിയിട്ടങ്ങിട്ട് കെട്ടുക, ഇങ്ങനെ തെളിഞ്ഞിരിപ്പുണ്ട്. 2000-ന്റെ നോട്ടല്ല, കാരുണ്യ 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 കാരുണ്യ. ഓന്റെ കെട്ട് വല്ലാത്ത കെട്ട, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കെട്ട്. പണ്ടൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 100-ന്റെയും 10-ന്റെയൊക്കെ നോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുത്ത ഇങ്ങനെ ഒരു കെട്ടെടുത്തിട്ട് നോക്കുക എൻ്റെ ഏതെങ്കിലും ഉണ്ടോ എന്ന്. ഒരു കെട്ട് ലോട്ടറി അങ്ങനെ ഉണ്ടല്ലോപ്പാ, ചെറിയ ചെറിയ ഏതെങ്കിലും ഉണ്ടോ നാലിച്ചയ്ക്ക്. സുബ്ഹാനല്ലാഹ്, അവൻ്റെ കുടുംബത്തിൻ്റെ പ്രാക്കത്രയായിരിക്കും നാലിച്ചൊക്കെ. ഒരേ മനുഷ്യന്മാര് രാവിലെ വന്നു നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ചോദിക്കുക വേണോ, 1 കോടി 1 കോടി എന്നാ പറയണത്, 25 കോടിയൊക്കെ അപ്പം അതൊക്കെ അല്ലേ. എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരുക്കാ വേണോ വേണം, എന്നാലും അമ്മ ഉമ്മയൊക്കെ ചിന്തിച്ചുകൂടെ, നമ്മൾ ഈ ജുബയൊക്കെ ഇട്ടിരിക്കണം, ഇത് എടുക്കില്ല എന്ന്. എന്നിട്ട് ചോദിക്കുക വേണോ 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 എന്ന്. ഞാൻ പറഞ്ഞു വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, നടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോട്ടറി എടുക്കുക, നിനക്ക് എന്തിനാ മോനെ ആ പൈസ? നേരെയാകുമോ? നീ നേരെയാകുമോ? പലിശക്കെടുക്കുന്നവൻ എന്തേ സഹോദര പലിശക്കെടുക്കേണ്ട ഗതി എന്തേ? ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം നീ ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ 150 രൂപ അല്ലെങ്കിൽ 1000 രൂപ നീ പലിശക്കെടുത്തു. 1000 രൂപ പലിശക്കെടുത്തിട്ട് ഈ പായ്പാട് ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് 1 കിലോ അരി വാങ്ങി അതുമായി നീ നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ മക്കൾക്ക് ചോറ് വെച്ചു കൊടുത്താ അതിൽ ഒരു മണി കഴിക്കുന്നത് നിന്റെ ഉമ്മാനം 32 36 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉമ്മാന ആരെങ്കിലും വ്യഭിചരിക്കും? സ്വന്തം ഉമ്മാന 1 2 വല്ലല്ലോ, 32 36 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണ് 1 രൂപ നീ തിന്നുന്നത്. എങ്ങനെ കഴിയുന്ന സഹോദരങ്ങളെ പലിശയ്ക്ക് കൊടുക്കാൻ? താടിയുള്ളവനും തഴമ്പുള്ളവനും ആർത്തി. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നമുക്ക് ആർത്തിയാ സഹോദരങ്ങളെ. പണം എന്തെങ്ങനെ വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, കുറെ പിന്നെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുക, മാസാമാസം കിട്ടുമല്ലോ. എടുത്തൊരാൾ വന്ന് വിളിച്ചിട്ട് ചോദിക്കുക, അത് ഗവൺമെന്റ് തരുന്നേ അല്ലേ, അത് പലിശയാവോ? എല്ലാവരും ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക, ഉസ്താദെ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന്? പുഴുങ്ങി തിന്നണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും മസല ചോദിക്കുന്നത് ഈ പലിശ പൈസ എന്ത് ചെയ്യാനാ? എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കട്ടെ, ഞാൻ പാവപ്പന്നവൻ്റെ നെഞ്ചത്ത് വിടാൻ. പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് കരുത്, മഹാദല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറ. അടിച്ചു കഴിഞ്ഞാൽ ഈ മസല മാറും, അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പൈസ വന്ന് കഴിയുമ്പോൾ ഞാൻ എന്താ പറയും? ഇപ്പൊ പറയുന്നു ഹറാമെന്ന്, ഇനിയിപ്പോൾ 1 കോടി 25 കോടി ഓണം ബമ്പർ എനിക്ക് അടിച്ചെന്ന് പോയി. അപ്പൊ ഞാൻ എന്താ പറയും? അടിച്ച് പൈസയൊക്കെ കിട്ടിയില്ലേ, ഇനി കുറച്ച് പാവങ്ങൾക്ക് വീട് വെക്കാം, കുറച്ച് അതിന് കൊടുക്കാം, ഇതിന് കൊടുക്കാം. അപ്പൊ മസല മാറി. ഇതാവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ പൈസ നിന്റെ അടുത്ത് 10 കോടി രൂപയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് കൊടുക്കണോ? കൊണ്ട് കത്തിച്ച് കളയണം. അത് പാവങ്ങൾക്ക് കൊടുത്ത ആ പാവത്തിനെ കൂടെ നീ അതിൽ വലിച്ചിടല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലിശ പൈസ ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചിലർ പോയി പെട്ടുപോയി. അതിനെന്ത് ചെയ്യാനാ? അത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം റോഡ് പണിക്ക് കൊടുക്കാം. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ് എന്ത്? റോഡ്, ബസ് സ്റ്റോപ്പ്, പഞ്ചായത്ത് കിണർ, ബാത്റൂം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പൊതുവായിട്ട കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് തെളിവ് പറഞ്ഞു തരും ഓരോന്നായിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ട് നമ്മളിപ്പോൾ ഈ വണ്ടികളൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത്, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു മസല ചോദിച്ചു, ഉസ്താദേ വണ്ടി ലോൺ ഇടാവോ? വണ്ടി ലോണ് ഇല്ലേ, വണ്ടി ലോൺ ഇടാവോ? പലിശയല്ലേ ഉസ്താദെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഗവൺമെന്റ്, കാരണം അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന്റെ പള്ളിയിലെ ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ച സംസാരം, ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് ലോൺ എടുത്തിട്ടാണ് വണ്ടി ഇട്ടിരിക്കുന്നത്, അപ്പൊ ഉസ്താദിന്റെ പുറകിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഉസ്താദ് പറ, അത് ഹലാലാണോ ഹറാമാണോ? ഞാനപ്പ ചങ്ങാതിയോട് പറഞ്ഞു, ഇപ്പൊ എന്തോ പറയും, കൊടുക്കും, എന്ത് പറഞ്ഞാലും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം ടാക്സ് അടക്കണം, അങ്ങനെയാണ് ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വേറെ വഴികളൊന്നും, ഇങ്ങനെ മസല പറഞ്ഞു കൊടുത്തു. അയാൾ ഒരൊറ്റയ്ക്ക് ഏതോ കട്ടയ്ക്ക് നിൽക്കുക, ഉസ്താദ് നിയമം പറ, വേറെ ഒന്നും പറയണ്ട, ഉസ്താദ് നിയമം പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ പാവപ്പെട്ടവൻ ചെറിയ വണ്ടി എടുക്കണം, അവനവന്റെ കയ്യിൽ ഉള്ള പൈസക്ക് 5 ലക്ഷം 5 ലക്ഷത്തിന് വണ്ടി എടുക്കണം. എന്തിനാ 50 എടുക്കാൻ പോണേ? 25 ലക്ഷത്തിന്റെ വണ്ടി എടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഇനി പൈസ മുഴുവനും കൊടുക്കണം. എന്തിനാ കള്ളത്തരം കാണിക്കുന്നത്? ടാക്സ് വെട്ടിക്കുന്നത് എന്തിനാ? അള്ളാനെ വെട്ടിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ച ചോദ്യം എത്രയോ, സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങനെ ആലിച്ച റബ്ബേ, എന്താ എന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മൾ ഈ ലോണൊക്കെ ഇട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട്, ഗതികേട് കൊണ്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ കയ്യിൽ പൈസ വെച്ചിട്ട് ഗവൺമെന്റിനെ പറ്റിക്കാനല്ലേ പറ്റൂ? അള്ളാഹിനെ പറ്റിക്കാൻ പറ്റുമോ? എടാ, നീ 25 ലക്ഷത്തിന്റെ വണ്ടി എടുത്ത 25 അടിക്കട ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ നീ 25 ലക്ഷം രൂപയുടെ ടാക്സ് അടച്ചിട്ട് നീ വണ്ടി എടുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിലൊക്കെ പോയി പെട്ടുപോകുമ്പോൾ ഓമാർ എത്രയാ പലിശ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെന്നറിയോ? ഓരോ വണ്ടി എടുത്തിട്ട് കിടന്നു പോകും, സക്കറാത്തിന്റെ വരി വലിക്കുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആൾക്കാരങ്ങനെയൊക്കെ, അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് ഞാനും അറിവില്ലാതൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം അസ്ലാം അലൈക്കും അൽഹംദുലില്ലാ ഒന്നുമില്ല. അദ്ദേഹം ആ മസല ചോദിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു, അള്ളാഹ് പോയിട്ട് പോകുന്ന ഉസ്താദ് പോണത് വലിയ ബെൻസിൽ,
ഉസ്താദ് പോയിട്ട് പലിശയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഖബറിനെ കുറിച്ചൊക്കെ പറയുന്നു. ഉസ്താദ് പോയ വണ്ടി ഏതാ? ലോണിട്ട വണ്ടിയിൽ. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ ചോദ്യം എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം. അപ്പം തന്നെ അസ്സലാമു അലൈക്കും നിർത്തി. പൈസ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അൽഹംദുലില്ലാ ഇപ്പം നേരെ താഴെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ വലിയ വണ്ടി ഇരുന്നവനാ, ഇപ്പം ഞാൻ നേരെ താഴെ എത്തി. ഇല്ലാഞ്ഞിട്ടല്ല, വേണ്ട അൽഹംദുലില്ലാ ഉള്ളത് മതി. അപ്പം മനസ്സിനൊരു സമാധാനം. മരിച്ച ഈ നിമിഷം വരെ ഒരാൾക്കും പലിശയുമായി ബന്ധമില്ലല്ലോ. അൽഹംദുലില്ലാ ഖബറിൽ പോയി സമാധാനത്തോടെ കിടക്കാം. അള്ളാഹു മരിക്കുന്നത് വരെ ഇങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നിന്നെ തിരിച്ചറിയും. നീ വളരെ വൃത്തികെട്ടവനായി. അള്ളാഹു നാളെ പരലോകത്ത് നിങ്ങളെ കൊണ്ടുവരും, പലിശക്കാരനെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 9ാമത്തെ വിഭാഗം, ഇനി 8 വിഭാഗത്തെ നമ്മൾ പഠിച്ചു. 9ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരാ? അത് മുനാഫിക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ മുനാഫിക്കിനാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, 10ാമത്തെ വിഭാഗമാരാ? സമയം 10 മണി കഴിഞ്ഞു, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ 9 പഠിച്ചില്ലേ? ഇന്ന് പഠിച്ചത് മരണ വീട്ടിലിരുന്ന് അട്ടഹസിച്ച് കരയുന്ന ആള്. അത് കഴിഞ്ഞാൽ 2 ഭാര്യമാരുണ്ട്, 2 ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ഭർത്താവ്. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശക്കാരൻ, പലിശ തിന്നുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ. 4 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുനാഫിക്ക്. അപ്പോൾ 9 പേരായി. 10ാമത്തെ ആള് നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയവരെ 10ാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ സഅല വലഹു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ജാഅത്ത് മസ്അലത്തുൻ യൗമൽ ഖിയാമ. നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വരുന്ന 10ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അവന് കുഷ്ഠരോഗിയാ. അല്ലാഹുവേ, അവന്റെ മാംസങ്ങളൊക്കെ അവൻ മുഖത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ്. അവന്റെ മുഖത്ത് നിന്ന് അവന്റെ കൈകൊണ്ട് മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വലിച്ചു കീറുകയാണ്. പടച്ചവനെ ഇറച്ചിക്കടയിലിട്ടിരിക്കുന്നത് പോലെ അവന്റെ മുഖത്ത് നിന്ന് അവൻ ഇങ്ങനെ മാംസങ്ങൾ വലിച്ചിങ്ങനെ കീറിക്കളയുകയാണ്. ഈ അവസ്ഥയിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയുമോ? അല്ലാഹു മതിയായ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഒരു മനുഷ്യൻ ആവശ്യമായ ഒരാൾക്ക് വേണ്ടതെല്ലാം അല്ലാഹു അവന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മറ്റുള്ളവന്റെ മുന്നിൽ യാചിക്കുന്നവനുണ്ടല്ലോ, കുറ്റം പറയുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന്റെ മുഖത്ത് മാംസമില്ലാത്ത രീതിയിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനായി നിസാരനായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് വീട് നൽകി, അല്ലാഹു നമുക്ക് വാഹനം നൽകി, അല്ലാഹു നമുക്ക് ജോലി നൽകി, അല്ലാഹു കഴിക്കാനുള്ള ഭക്ഷണം നൽകി, അല്ലാഹു ആവശ്യമുള്ള സമ്പത്ത് നൽകി. ഇതെല്ലാം നൽകിയിട്ടും എന്തേ നിനക്ക് മതി വരാത്തത്? പിന്നെയും എന്തൊരാർത്തിയാ സഹോദരാ. റസൂലുള്ളാഹി പറഞ്ഞു, ആദമിന്റെ മക്കൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്. ആദം സന്തതികൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്. അതിലെ ഒന്ന് മരണമാണ്. 2 വയക്റഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വയക്റഹു ഖില്ലത്തുൽ മാൽ. സമ്പത്ത് കുറഞ്ഞു പോകുന്നതിന് വല്ലാത്ത വെറുപ്പാ. സമ്പത്ത് കുറഞ്ഞു പോകുന്നത് ആദമിന്റെ സന്തതികൾക്ക് വെറുപ്പാണെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ സഹോദര, അല്ലാഹു നിനക്കെല്ലാം തന്നില്ലേ? കിടക്കാൻ, മഴ പെയ്താ നനയാതെ കിടക്കാൻ അല്ലാഹു നിനക്കൊരു സ്വന്തമായിട്ടൊരു വീട് നൽകിയില്ലേ? ബൈക്കാണെങ്കിലും ഏതെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും സഞ്ചരിക്കാൻ അല്ലാഹു നിനക്കൊരു വാഹനം നൽകിയില്ലേ?
നൽകിയില്ലേ? നിനക്കൊരു ചെറിയ കച്ചവടം നൽകിയില്ലേ? ഇതെല്ലാം അല്ലാഹു നിനക്ക് നൽകിയിട്ട് എന്തേ നിന്റെ ആർത്തി കുറയാത്തത്? എന്തേ പിന്നെയും പിന്നെയും യാചിക്കുന്നത് എന്തിനാണ്? ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ളവൻ നാളെ പരലോകത്ത് കടന്നു വരുന്ന അവസ്ഥ പരിതാപകരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി അവസാനമായിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖില്ലത്തുൽ മാൽ. ആദാ റസൂലുള്ള പറയുകയാ, വഖില്ലത്തുൽ മാൽ അകല്ലുൽ ഹിസാബ്. സമ്പത്ത് കുറഞ്ഞിരിക്കുന്നവൻ രക്ഷപ്പെട്ടു. അവന് വിചാരണ ചെറുതാണ്, അവന്റെ ഹിസാബ് ചെറുതാണ്, അവൻ രക്ഷപ്പെടുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തെറ്റിപ്പെടാൻ പഠിക്കൂ. അല്ലാഹു തന്നത് ചെറുതാകട്ടെ, അല്ലാഹു തന്നത് ചെറുതാകട്ടെ. ആ ചെറുതിലൊരു വലിയ ബറക്കത്തുണ്ട്. ചെറുതിലാണ് വലിയ ബറക്കത്ത്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് എന്ന് പറയുന്ന സാധനം വെറുതെ കിട്ടുന്നതല്ല. എന്തേ ഉസ്താദെ നമ്മളിതെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധിയില്ലാത്തത്? പല കച്ചവടവും തുടങ്ങിയിട്ട് എന്തേ നേരെയാകാത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യേണ്ട കാര്യം നീ ചെയ്യാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു കച്ചവടം തുടങ്ങുകയാ, ആദ്യം എന്ത് ചെയ്യണം? പായിപ്പാട് ടൗണിൽ ഒരു കടയിടാൻ പോവാ. കടയിടാൻ പോകുന്നെങ്കിൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ ചെയ്യണ്ടേ? എന്തേ ചെയ്യണ്ടേ? കട നോക്കണമല്ലേ? പറമനുഷ്യന്മാരെ, പായിപ്പാട് ടൗണിൽ ഒരു കട തുടങ്ങാം. ഞാനൊരു പുതിയ ഒരു ബേക്കറി തുടങ്ങാം. നിങ്ങളുടെ വഞ്ഞി പാറ്റിയിടല്ല കേട്ടാ. ഞാനൊരു ബേക്കറി തുടങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം സുബ്ഹാനല്ലാഹ്, അൻസാരി അണ്ണ നിങ്ങൾ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം കട നോക്കണം. ഷാജി അണ്ണ ഞാൻ എന്ത് ചെയ്യണം? പായിപ്പാടൊരു കട തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? പൈസ ഉണ്ടോ നോക്കണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതാ ചോദ്യം. നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ കടന്ന് തെക്ക് വടക്ക് നോക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടയല്ല നോക്കേണ്ടത്, പൈസയല്ല നോക്കേണ്ടത്. ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അത് പഠിക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ അറിയാം ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ. ഒരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, പള്ളി കെട്ടാൻ ഇറങ്ങിയാലും പ്രസംഗിക്കാൻ ഇറങ്ങിയാലും ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ആ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ എന്ന് ചെയ്തവന് തന്നെ അറിയാൻ കഴിയും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? മനസ്സില്ല. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ എണ്ണി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്കറിയാം, ഞാൻ കച്ചവടത്തിന് വേണ്ടി ഞാനിവിടെ ഒരു കടയിട്ടാൽ ആ കട വിജയിക്കുമോ? ഒരു വീട് പണിക്ക് ഇറങ്ങിയാൽ ഇത് നേരെയാകുമോ? ഞാനൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയാൽ ഇത് ഖൈറാണോ ഷർറാണോ? നമുക്കറിയാൻ പറ്റുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. അതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹദീസ, എൻ്റെ കയ്യിൽ നിന്നുള്ളതല്ല, ഇത് ഹദീസാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു കൈവിടൂല. അതിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇപ്പൊ സമയത്രായി 10 മണി കഴിഞ്ഞു. ഈ 10 മണി സമയത്ത് അത് പഠിച്ചാൽ ഓർമ്മ നിൽക്കൂല. ഈ 10:15 സമയത്ത് അത് പഠിച്ചാൽ ഓർമ്മ നിൽക്കൂല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താ ഇൻഷാ അല്ലാഹ്? ഇനി അടുത്ത ക്ലാസ് എന്നാ? തിങ്കളാഴ്ചയോ? അല്ലാഹു ആലം. അടുത്ത ക്ലാസ് എന്നാ? നിങ്ങൾ പറ. ഞാൻ എന്തായാലും ഇവിടെ ജോലി ചെയ്യാൻ എന്തായാലും ഓടാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ പറ, അടുത്ത ക്ലാസ് എന്നാ? തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ്. എന്താ ഷാജിക്ക? ഞാനിത്തിരി ഓടണമെന്നേ ഉള്ളൂ. അതാ ഇൻഷാ അല്ലാഹ്. തിങ്കളാഴ്ച ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ അടുത്ത തിങ്കളാഴ്ചത്തെ പരിപാടി ഷിയാബുക്കാന്തെ? ഷിയാബുക്ക പോയാ? എന്താടാ അദ്ദേഹത്തിന്റെ കടയുടെ പേരെന്തുവായിരുന്നു? ഭാരത്. ചങ്ങാതിക്ക് നല്ലൊരു പേരിട്ടൂടെ, ഭാരത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷിയാബുക്കായിരിക്കും സ്പോൺസർ. പിടിച്ചോളാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് പഠിക്കണം. എല്ലാവരും വന്നിരുന്ന് ആദ്യം മുതൽ, ഇടയിലൊന്നും വരരുത്, ആദ്യം മുതൽ അവസാനം വരെ ബർക്കത്തുണ്ടാകാൻ മുത്തുനബി പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്. അത് ഭാര്യയ്ക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്ക്. ആർത്തിയല്ല കൊടുക്കേണ്ടത്. അവനുണ്ട് നിന്റെ കൂടപ്പിറപ്പ് രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു, നീ മാത്രം ഇങ്ങനെയായി പോയല്ലോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, മുത്തുനബിയാണ് പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമ്പത്ത് അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടും. പിന്നെ യാചിക്കാൻ നിൽക്കരുത്, പിന്നെ വാരിക്കൂട്ടാൻ നിൽക്കരുത്. അങ്ങനെ വാരിക്കൂട്ടുന്നവനാണ് പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ മുഖത്ത് മാംസങ്ങളില്ലാത്ത രീതിയിൽ അല്ലാഹുവേ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എത്രയോ പേര് വീട് കെട്ടുന്നതിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നവരുണ്ട്. എന്തിനാ സഹോദരാ? അവസാനം 6 അടി മണ്ണിന്റെ അകത്ത് പോയി കിടക്കേണ്ടവനാണല്ലോ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊട്ടാരങ്ങൾ പണിയുന്നത് എന്തിനാണ്? അയൽവാസിയെക്കാളും വലുത് വേണമല്ലോ. അവന്റെ ഒരു നിലയാണെങ്കിൽ നിനക്ക് 2 നില വേണം. അവൻ ആൾട്ടോക്കാരാണെങ്കിൽ നിനക്ക് ഇന്നോവ വാങ്ങണം. എന്തൊരാർത്തിയാ, എന്തൊരത്യാഗ്രഹമാ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ദുനിയാവിനെ വലിച്ചെറിയൂ. ഈ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ കള. ആഗ്രഹങ്ങൾ മാറ്റിവെക്ക പരലോകത്തിലേക്ക് വേണ്ടി, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നിന്റെ മോഹങ്ങളൊക്കെ നീ മാറ്റിവെക്കൂ. അല്ലാഹുവേ, അങ്ങനെ മാറ്റിവെക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാകുന്നത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ആരാണ്, മുത്തുനബി ആരാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ,